നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും ഈ നട്ടാപ്പുറ വെയിലത്ത് ഈ ബീച്ച് സൈഡിൽ കരിങ്കൻ്റെ മേളിൽ കയറി 2 മൈക്കും പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും എന്താണ് ഇവിടെ നിൽക്കുന്നത്. ഏതായാലും ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു പുതിയ പരിപാടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ബീച്ചിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഒരു പകുതി പേരെങ്കിലും ഇത് ഏതാണ് സ്ഥലം എന്നൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും എറണാകുളത്ത് നിന്ന് 32 കിലോമീറ്റർ അകലെയുള്ള മുനമ്പം ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഏകദേശം 25 കിലോമീറ്ററോളം നീണ്ട് നിവർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ ഈ ബീച്ചിലെത്തിക്കൊണ്ട് നമ്മൾ ഒരു പുതുമയുള്ള അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ടിവിയുടെ വളരെ രസകരമായിട്ടുള്ളൊരു പരിപാടിയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കാൻ. നിൽക്കട്ടെ. ഞങ്ങൾ പ്രേക്ഷകർ എല്ലാ പ്രോഗ്രാം തുടങ്ങുമ്പോഴും കേൾക്കുന്നതാണ് വളരെ വ്യത്യസ്തമായ വളരെ പുതുമയുള്ള. എന്താണ് പുതുമ കൃത്യമായിട്ട് പറയും? ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് കേരളത്തിലെ കുടുംബശ്രീയിലെ മെമ്പേഴ്സാണ്. അവരുടെ കുറേ രസങ്ങൾ, അവരുടെ തമാശകൾ, അവരുടെ ജീവിത അനുഭവങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകാൻ പോകുന്നത്. എന്തായാലും കുടുംബശ്രീയിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ. രാവിലെ 8 മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ 12 മണിക്ക് വീട്ടിലേക്ക് വരും. എന്നിട്ട് വീട്ടിലെ പാചകം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും 3 മണിക്ക് ജോലിക്ക് പോകും, വീണ്ടും 6 മണിക്ക് തിരിച്ചു വരും. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ അപൂർവമായിരിക്കും. ശരിക്കും ഒരു ഉൾക്കരുത്തുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവർ എന്റർടൈൻ ചെയ്യിക്കാനാണ് ഞങ്ങൾ ഈ ഷോ കൊണ്ട് കംപ്ലീറ്റ്ലി ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കുടുംബശ്രീയിലെ മെമ്പേഴ്സ് എല്ലാവരും മാക്സിമം സന്തോഷിപ്പിക്കാം, മാക്സിമം രസിപ്പിക്കാം. അങ്ങനെ അവരുടെ എല്ലാ ജീവിതാനുഭവങ്ങളും രസങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് പോകാൻ പോകുന്നത്. എന്തായാലും ഈ പ്രോഗ്രാമിന്റെ പേര്, അപ്പോൾ ഈ പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത് കുടുംബശ്രീ കുടുംബമേള എന്നാണ്. ഒരു പഞ്ചിന് വേണ്ടി നമുക്കൊന്നുകൂടെ പറയാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുടുംബശ്രീ കുടുംബമേളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ പള്ളിപ്പുറം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ കുറച്ച് മിടുക്കികളായ കുടുംബശ്രീ മെമ്പേഴ്സാണ് നമ്മുടെ കൂടെ ഈ ഷോയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം അല്ലേ? നമ്മളിവിടെ വന്നത് പ്രോഗ്രാം ആരംഭിക്കാൻ പോവാണ്. അതെ, ഇവിടെ നമ്മുടെ പള്ളിപ്പുറം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ സുന്ദരികളായ മിടുക്കികളായ കുടുംബശ്രീ അംഗങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്ത് ഈ പൊരി വെയിലത്ത് ഇത്രയും സഹകരിച്ച് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഗെയിം തുടങ്ങണ്ടേ? തീർച്ചയായിട്ടും വേണം. പക്ഷേ ഒരു സംശയം, ഈ കുടുംബശ്രീയില് ഈ ശിങ്കാരിമേളമൊക്കെ എന്താ പരിപാടി? അതറിയില്ലേ, ഇവരും കുടുംബശ്രീയുടെ ഒരു ഭാഗമാണ്. ഞങ്ങളിങ്ങനെ ശിങ്കാരിമേളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പോടിയായിട്ട് നമ്മളുടെ ഈ കുടുംബശ്രീയിൽ നിന്ന് ഒരു വിശിഷ്ട അതിഥിയെ നമ്മൾ ഈ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ പള്ളിപ്പുറം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ ചെയർപേഴ്സൺ അതെ ഷീബ വിശ്വനാഥിനെ വളരെയധികം സ്നേഹത്തോടെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേച്ചിയോട് സംസാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെയാണ്, എത്ര മെമ്പേഴ്സ് ഉണ്ട് കുടുംബശ്രീയിൽ? കുടുംബശ്രീയിൽ നമുക്ക് പള്ളിപ്പുറം പഞ്ചായത്തിൽ 23 വാർഡുണ്ട്. 23 വാർഡിൽ 23 CDS മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ വാർഡിലേക്ക് ചെന്നാൽ 7 ADS മെമ്പേഴ്സ്, അങ്ങനെ 161 ADS മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെത്തട്ടിലേക്ക് ചെന്നാൽ കുടുംബശ്രീ അംഗങ്ങൾ 7212ഓളം കുടുംബശ്രീ അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘടനാ സംവിധാനത്തിൻ്റെ പ്രവർത്തനം, ഒരു കൂട്ടായ്മ, അതുപോലെ ഒരു മുറ്റത്തെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. ഏകദേശം ഒരു 50,000 രൂപ വരെ ത്രിഫ്റ്റിൽ നിന്ന് വായ്പയെടുക്കുന്ന സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലിങ്കേജ് വായ്പ കൊടുക്കുന്നു, മാച്ചിങ് ഗ്രാൻറ്റ്, അതോടൊപ്പം തന്നെ സംരംഭത്തിന് സബ്സിഡികൾ, JLG സംഘകൃഷി ഗ്രൂപ്പിന് സബ്സിഡി, പിന്നെ ഇപ്പോൾ വീട് നിർമ്മിച്ചു കൊടുത്തു സ്വപ്നക്കൂട്. അങ്ങനെ വിവിധ ഒരു 38ഓളം വിവിധ സംരംഭങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശിങ്കാരി മേള ഉൾപ്പെടെ വിവിധ സംരംഭങ്ങൾ, ക്യാൻറ്റീൻ, കാറ്ററിംഗ്. ചെയർപേഴ്സൺ നല്ലതാണെങ്കിൽ ഒരു നല്ല കൈയടി. അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി കൂടുതൽ കാര്യങ്ങളിൽ അതെ, നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് കടക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ്, പൊതുവെ നല്ല എനർജി ഉള്ള ആൾക്കാരാണോ? പിന്നെ മക്കളൊക്കെ മിടുക്കന്മാരാണ് അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കുറേയധികം സന്തോഷവും കുറേയധികം സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഒരു മത്സരം നടക്കാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും മത്സരത്തിൽ നമുക്ക് 8 പേരാണ് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ 8 പേര് നമുക്ക് സെലക്ട് ചെയ്യാല്ലേ? ഓക്കെ, അപ്പൊ 8 പേരെയും മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എന്താ പേരെന്താ? ശാന്തി ബാബുരാജ്. ഈ മൈക്ക് പിടിച്ചോ. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്പോർട്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സ്പോർട്സിലധികം പങ്കെടുത്തിട്ടില്ല, വേറെ കലാപരിപാടികളായിരുന്നു താല്പര്യം. എന്തായിരുന്നു? ഡാൻസിനും പിന്നെ പാട്ട് പാടും. പാട്ടറിഞ്ഞൂടാ. ഞാൻ ഇവിടത്തെ അല്ല, തമിഴ്നാട്ടിൽ വന്നതാണ്. തമിഴ്നാട്ടില് ഡാൻസ് ഒന്നുമില്ലേ? ഡാൻസ് ഉണ്ട്, പക്ഷെ അവിടെ പറയണതിന് മലയാളത്തിൽ എന്താണുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. തമിഴ്നാട്ടിലുള്ള മത്സരം, സോറി, പ്രസംഗ മത്സരം. പ്രസംഗം വേണ്ട കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത് സ്പോർട്സിൽ താല്പര്യം. ഓക്കെ, എന്തായാലും പക്ഷേ സ്പോർട്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു രസകരമായ മത്സരമാണ് നമ്മളിവിടെ നടക്കാൻ പോകുന്നത്. ഇതിൽ ഈ 8 പേരിൽ ആരൊക്കെയാണ് പണ്ട് സ്പോർട്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഓക്കെ, പേരെന്താണ്? ജെസ്സി സാജൻ. എന്ത് സ്പോർട്സ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്? സ്കൂളിൽ നിന്ന് ജില്ലാതലത്തിൽ കോകളി മത്സരത്തിന് പോയിട്ടുണ്ട്, പിന്നെ ഓട്ടത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. കാരണം പറഞ്ഞപ്പോൾ തന്നെ ആദ്യം കൈ പൊക്കിയ ഒരേ ഒരാളാണ്. അപ്പോൾ ഒരു നല്ല കൈയടി കൊടുക്കോ? ഇനി മത്സരത്തിനെ കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് 8 പേരെ കറക്റ്റായിട്ട് 8 എന്നൊരു നമ്പർ പറഞ്ഞിട്ട് സെലക്ട് ചെയ്തത്. അതിലൊരു കാര്യമുണ്ട്, അത് ഈ ഒരു കളിയുമായി, ഒരു ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനി മത്സരത്തിനെ കുറിച്ച് പറയാം. 2 പേരടക്കം വന്നാൽ 4 ടീമുകളാണുള്ളത്. ഇപ്പം നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇവിടെ ഒരു സ്റ്റമ്പ് കാണാം. 4 സ്റ്റമ്പുകളുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾ നിൽക്കേണ്ട സ്ഥലം, അവിടെ ഒരു യെല്ലോ റിബൺ കെട്ടിയിട്ടുണ്ട്. ആ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കേണ്ടത്. അവിടെ ഒരു വരയും വരച്ചിട്ടുണ്ട്. 10 മിനിറ്റാണ് ഈ മത്സരത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ 2 പേര് നിങ്ങൾ അവിടെ നിൽക്കുന്നു. അങ്ങനെ 4 ടീമുകളുണ്ടാവും. അവിടെ നിന്ന് ആദ്യത്തെ നിങ്ങളുടെ ടീമിലെ ഒരാൾ അവിടെ നിന്ന് നടന്നു വന്ന് ഈ സ്റ്റമ്പിൻ്റെ ഫ്രണ്ടിൽ വരിക. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഒരു റിഹേഴ്സൽ കാണിച്ചു തരാം. ഇവിടെ വന്നു, ഒരു ഡെമോ കാണിച്ചു തരും, ശ്രദ്ധിച്ച് ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലയുണ്ടല്ലോ, നമ്മുടെ അല്ല, എൻ്റെ തല അങ്ങനെ ഇതില് ഇങ്ങനെ മുട്ടിച്ചു വെക്കാം. ബ്ലൂ സ്പേസ് ഇല്ലേ, അവിടെ നിങ്ങൾ എന്നിട്ട് ഇവിടെ ഒരു 10 തവണ കറങ്ങണം. ആരും ഇവിടെ നിന്ന് പോരുന്നട്ടോ ഇത് പറയുമ്പോ. 10 തവണ ഇതിൽ കറങ്ങിയിട്ട് തലം ഇതിന് ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് പറ്റണല്ലോ അത്. അപ്പൊ കറങ്ങിയതിന് ശേഷം അല്ല, ഇപ്പൊ നിങ്ങളാണല്ലോ ചെയ്യാൻ പോണേ. 10 തവണ നിങ്ങൾ കറങ്ങിയതിന് ശേഷം ഇവിടുന്ന് വീണ്ടും തിരിച്ച് നടന്നു പോകണം. എങ്ങനെ നടന്നു പോകുന്ന ആർക്കറിയില്ല. നടന്നു പോയിട്ട് നിങ്ങളുടെ ടീമിലുള്ള ആൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ കൊടുക്കുന്ന ടീമിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത ആൾ തിരിച്ച് വീണ്ടും ഇവിടെ എത്തുക. ഈ സ്റ്റമ്പിൽ 10 പ്രാവശ്യം കറങ്ങുക. എന്നിട്ട് അദ്ദേഹവും പോയിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ 4 ടീമുകളുണ്ട്. ഈ 4 ടീമുകളും ഇതിൽ വിജയിച്ചില്ല, പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും നിങ്ങളിൽ നിന്നുള്ള ആർക്ക് വേണമെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ഇനി ഇതിനിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണ്, നിങ്ങൾക്ക് ശാരീരികപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ടീം മെമ്പറിനെ മാറ്റി വേറൊരാളെ റീപ്ലേസ് ചെയ്യും. അപ്പൊ എങ്ങനെയുണ്ട് ഗെയിം? സൂപ്പർ അല്ലേ? ഒരു നല്ല കൈയടി വരട്ടെ. ഒരു നല്ല കൈയടി. ഓക്കെ, അപ്പൊ മത്സരം ആരംഭിക്കാൻ പോവാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിലാർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ അല്ലേ എല്ലാ കാര്യങ്ങളും? അപ്പൊ ഇനി നിങ്ങൾ ടീമായിട്ട് തിരിഞ്ഞോ, അല്ലെങ്കിൽ ഞങ്ങൾ സെലക്ട് ചെയ്യണോ? ഇല്ല, തിരിഞ്ഞു. ഓൾറെഡി ടീമായിട്ടാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾ ടീമായി 4 ടീമുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ മത്സരത്തിന് ഒരു പേരുണ്ട്. ഈ മത്സരത്തിന്റെ പേര് കിളിപോയി എന്നാണ്.
രണ്ടുപേര് അവിടെ പോയി നിന്നോളൂ. എന്നിട്ട് ആദ്യം എല്ലാവരും ഒരുമിച്ച് നിന്നോളൂ. നമുക്ക് ഒരുമിച്ച് നിന്നോളൂ എല്ലാവരും. നിങ്ങളുടെ കയ്യടിയാണ് ഇവർക്കുള്ള പ്രോത്സാഹനം. അതെ, മുനമ്പംകാരുടെ ഒരു എനർജി നിങ്ങൾ കാണിക്കണം. ഓക്കെ, അവരവിടെ പോയി തിരിച്ചു വരണം. നിങ്ങളെ കയ്യടി എത്ര ശക്തമാണോ അത്രയും എളുപ്പം അവർ തിരിച്ചു വരും. റെഡി അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മത്സരം ആരംഭിക്കാൻ പോവാണ്. നല്ല കയ്യടി വരട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. കയ്യടിക്ക് ഒരു കുറവും വേണ്ട. 10 തവണയാണ് നിങ്ങൾ ചുറ്റിക്കറങ്ങേണ്ടത്. ഇതെന്തത്? അത് പറിച്ചെടുക്കല്ലോ. ഇപ്പൊ നെറ്റിമുട്ടിക്കണം. പോട്ടെ, നല്ല കയ്യടി. ഓൾമോസ്റ്റ് 10 എണ്ണം. ഇത് കുത്തിമറിക്കരുത്. തിരിച്ചു വന്നോളൂ. രണ്ടാമത്തെ ആളും തിരിച്ചെത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ആളെ തിരിക്കുന്നു. എന്തായാലും 3 ടീമുകൾ ആദ്യം തന്നെ കൃത്യമായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുത്തു. ഇവിടെ കമ്പാനിയൻ ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ശൈല ചേച്ചി തന്നെ കൊണ്ട് പറ്റുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ശവമാകും. എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ കർത്താവേ, ചാട്ടി വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. രണ്ടുപേരും അവശയായി. പഠിച്ചോളി, നിങ്ങള് കാത്തോളി. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ. ഇനി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടീം ആവാം അല്ലേ? നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, അപ്പോ ഒരു ടീം ഇവിടെ കൃത്യമായി പോയി തിരിച്ചെത്തിയിട്ടുണ്ട്. മറ്റൊരു ടീം കൂടെ തിരിച്ചെത്തിയിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ വയ്യാതെയായി അങ്ങോട്ട് മാറി നിന്നിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് 4 പേര് കൂടെ ടീമിലേക്ക് വേണം. രണ്ട് താരങ്ങൾ വീഴുന്നത് കണ്ടിട്ടും ധൈര്യത്തോടു കൂടി വന്നതിന് ഒരാൾ കൂടി വരോ? പേരെന്താണ്? ഒരാൾ കൂടി വരാം. ബിന്ദു ജെയിംസ്. ഇനി ഒരാളും കൂടെ വരൂ. ബിന്ദു ജെയിംസ് ഒരു കമ്പനി. അപ്പൊ എന്തായാലും വീണ്ടും ടീം ഫുൾ ആയിട്ടുണ്ട്. 4 ടീമുകൾ കൃത്യമായിട്ട് സെറ്റായി. ആസ് ഫോർ നൗ ഇവരാണ് നമ്മുടെ വിന്നേഴ്സ്. ഇനി ബാക്കിയുള്ളവരുടെയും കൂടെ ഒന്ന് നോക്കാം നമുക്ക്. ഇതിലെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ആര് ഈ മത്സരത്തിൽ വിജയിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും പുതിയ ടീമുകൾ എല്ലാവർക്കും ഓൾ ദ. എന്താ പേരെന്താ? സൂസന്ന, ആൻസി രാജൻ, ആൻസി രാജു. ഓക്കെ, പിന്നെ രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ട്. പേരെന്താണ്? ബിന്ദു ജെയിംസ്. ഇവരാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും മത്സരം വീണ്ടും ആരംഭിക്കാൻ പോവാണ്. നല്ല കൈയടി വരട്ടെ. 1 2 3 സ്റ്റാർട്ട്. കൈയടിക്കൂ. നെറ്റി കൃത്യമായിട്ട് സ്റ്റമ്പിൽ മുട്ടിക്കുക. ഇത് മറിച്ചിടാൻ വേണ്ടിട്ടല്ലോ കേട്ടോ. കൃത്യമായി ചെയ്യുന്നവരെ ശക്തിയിലോട്ട് നല്ല കൈയടി. കിളിപോയി. കൈയടിക്കൊരു ശക്തിയില്ല, എനർജി കുറഞ്ഞിട്ടോ നിങ്ങളുടെ. എല്ലാവരുടെയും രണ്ടാമത്തെ മെമ്പേഴ്സ് പോയിരിക്കുകയാണ്. രണ്ടാമത്തെ ടീം മെമ്പേഴ്സ് വന്നിരിക്കുന്നു. എത്ര കൃത്യമായി ചെയ്യും എന്ന് നോക്കാം. തലറങ്ങലേ പോലെ പോര്. അടുത്ത ആള് സുല്ലിട്ട് പോയിട്ടോ. അടുത്ത ആള് ശാന്തി ചേച്ചി സുല്ലിട്ട് പോയി. അപ്പൊ ശാന്തി ചേച്ചിക്ക് പകരം ആരാണ് ഒരാള്? എവിടെയോ എന്തോ ഒരു തകരാറ്. ആരാണ് വരുന്നത്? ധൈര്യം ആർക്ക് വേണമെങ്കിലും. ഓക്കെ, ഫിനിഷ്ഡ്. സൂപ്പർ. ദേ വരണു. അടുത്ത ആള് പൊക്കോളൂ.
എന്താ പേരെന്താ? ഫെമി. ഫെമി വീണ്ടും വന്നിരിക്കുന്ന ഫെമിയാണ്. ഫെമി ഇവിടെ വന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് വേഗം പോയി തുടങ്ങിക്കോളൂ. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ഇതെന്നാ പ്രാന്ത് കളിയാടാ. നാലാമത്തെ റൗണ്ട്. വെരി ഗുഡ്, നല്ലൊരു ഗൈഡ്. നാലാമത്തെ റൗണ്ടാണ്. ഒരു നല്ല ഗൈഡ് കൊടുക്കോ. ഇനി 2 മിനിറ്റ് കൂടി മാത്രം ബാക്കിയുണ്ട്. 2 മിനിറ്റ് കൂടി. 2 മിനിറ്റുകളാണ് ബാക്കി. സ്പീഡ് അപ്പ്, സ്പീഡ് അപ്പ്. 2 കിലോ കുറഞ്ഞല്ലേ? നാലാമത്തെ റൗണ്ടാണ്. നമ്മുടെ സ്പോർട്സ് പേഴ്സൺ ആണെന്ന് പറഞ്ഞ് ആദ്യം തന്നെ കൈ പൊക്കി വന്ന ആളാണ് നാലാമത്തെ റൗണ്ട്. എത്ര മിനിറ്റുകളുണ്ട് ജോ? ഇടയ്ക്കിടയ്ക്ക് ഒരു മുട്ട് കൊടുക്കണ്ടല്ലേ? അതെന്താണെന്ന് മനസ്സിലായില്ല. മുട്ടിട്ടല്ല കറങ്ങണ, ഇടയ്ക്കിടയ്ക്ക് ഒരു മുട്ട്. എണ്ണം കൊടുക്കണേ. എത്ര മിനിറ്റ് ബാക്കിയുണ്ട്? ഇനി 1 മിനിറ്റ് കൂടി ബാക്കി. സമയം അവസാനിക്കാറായി. 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. എന്തായാലും ഈ മത്സരം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. 4 റൗണ്ടുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ടീം. ഈ വെയില്, ഇത്രയും വെയിലിന്റെ കാഠിന്യം ഉണ്ടായിട്ട് പോലും ആ ഒരു സ്പിരിറ്റില് എല്ലാവരും നല്ല എനർജിയോടുകൂടി മത്സരിച്ചു. മത്സരിച്ചാൽ എല്ലാവർക്കും വിജയിക്കണമെന്നില്ല, പക്ഷെ എല്ലാവർക്കും നല്ലൊരു ഗൈഡ്. അപ്പൊ എന്തായാലും ആദ്യം മത്സരിച്ച് സുല്ലിട്ട് പോയ നമ്മുടെ ചെയർപേഴ്സൺ ഷീബ വിശ്വനാഥനെ കൂടി ഈ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ചെയർപേഴ്സണോട് ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ശരിക്കും കിളി പോയി. ഫസ്റ്റ് തന്നെ ഞാൻ പേരാണല്ലേ ഗെയിമിന്, കിളി പോയി. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? തലയിറങ്ങിപ്പോയി. അയ്യോ, കിളി പോയി, തലയിറങ്ങിപ്പോയി. അതെ. അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ടുള്ള മുനമ്പത്തുള്ള എല്ലാ കുടുംബശ്രീയുടെ അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ഈ സമയത്ത് ആശംസിക്കുന്നു. എന്തായാലും ഇനി വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. അതെ, ജെസ്സിയും റോണിയും അല്ലെ, ജെസ്സി ചേച്ചിയും റോണി ചേച്ചിയുമാണ് ഇന്നത്തെ റോണിയ ചേച്ചിയുമാണ് ഇന്നത്തെ നമ്മുടെ വിന്നേഴ്സ്. അപ്പോ നമുക്ക് അവർക്കുള്ള ഗിഫ്റ്റ് വരട്ടെ. അമ്മേ അമ്മേ, അയ്യോ അയ്യോ, ഓ എന്ത് സമ്മാനമാണ് ഇത്, എന്ത് വെയിറ്റ് ആണ് ഇതിന്. നിങ്ങൾ രണ്ടുപേരും പിടിക്കണോട്ടോ, കാരണം ചിലപ്പോൾ താഴത്തേക്ക് പോകും. രണ്ടുപേരും പിടിക്കണം, അല്ലെങ്കിൽ താഴെ പോകും. അപ്പൊ എന്തായാലും ജെസ്സി ആൻഡ് റോണിയ ഇവരാണ് ഈ മത്സരത്തിലെ വിജയികൾ. നല്ലൊരു കൈഡേ, ഇവർക്കുള്ള സമ്മാനങ്ങൾ കൈയടിക്കൊരു ശക്തി ഇല്ലല്ലോ. അപ്പൊ എന്തായാലും ആദ്യത്തെ മത്സരത്തിൽ വിജയിച്ചത് റോണിയ ആൻഡ് ജെസ്സി. ഒരു വളരെ മനോഹരമായിട്ട് മത്സരിച്ചു, അവർക്ക് സമ്മാനം കിട്ടി. ഇനിയും അടുത്ത കുറച്ചുകൂടി രസകരവും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു മത്സരമാണ്. എല്ലാവരും വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചു നിൽക്കുകയാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു മത്സരമായിരുന്നു അല്ലെ ബേസിക്കലി. അതെ, ഇപ്പൊ കുറച്ചുകൂടെ രസകരമായി, ഇവൻ പ്രേക്ഷകർക്കും കുറച്ചുകൂടെ രസിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഇനി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വെയിൽ കൊണ്ട് എല്ലാവരും ക്ഷീണിച്ച് വിശന്നിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ തൊട്ട് മുൻപിലായിട്ട് നല്ല തണുത്ത മാംഗോ ജ്യൂസ് 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മത്സരം ആരംഭിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ തണുത്ത രുചികരമായിട്ടുള്ള മാംഗോ ജ്യൂസ് കഴിക്കാം. 1-2 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഗെയിമിലേക്ക് 4 പേരെയാണ് വേണ്ടത്. പിന്നെ ഈ ഗെയിമിന്റെ പേര് ശക്തിമാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ധൈര്യസമേതം 4 പേർക്ക് പേര് വരും. പറയണേക്കുമ്പോൾ വന്നു കഴിഞ്ഞൊരു
ഇതെന്താ? സൂപ്പർ. വരൂ വരൂ വരൂ, വരൂ വരൂ, വരൂ വരൂ. വരൂ വായോ ചേച്ചി വാ. വരൂ വരൂ. നിങ്ങൾ 2 പേരാണ് ഒരു ടീമിലുള്ളത്, അതുപോലെ 4 പേരുണ്ട് മൊത്തം. അപ്പോൾ നിങ്ങളുടെ മുൻവശത്തായിട്ട് ഒരു തണുത്ത നല്ല രുചിയുള്ള മാംഗോ ജ്യൂസ് വെച്ചിട്ടുണ്ട്. ഈ മാംഗോ ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ കുടിക്കാൻ സാധിക്കുകയുള്ളൂ. ആരാണോ ആദ്യം ഈ മാംഗോ ജ്യൂസ് കുടിക്കുന്നത് അവരായിരിക്കും നമ്മുടെ വിന്നർ. പക്ഷെ അതിന് ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങളെ 2 പേരെയും കൂടിയിട്ട് ഒരു സാരിയിൽ ഞങ്ങൾ കെട്ടിയിടും. എന്നിട്ട് വേണം അത് കുടിക്കാൻ. അപ്പോൾ ഒരാൾ പോകുമ്പോൾ മറ്റേ സമ്മതിക്കരുത് കുടിക്കാനായിട്ട്. അപ്പോൾ ആരാണോ അതിലെ ഏറ്റവും ശക്തിയും നിങ്ങളുടെ സാമർഥ്യവും കഴിവും ഉപയോഗിച്ച് ഈ ജ്യൂസ് കുടിക്കുന്നത് അവർക്കായിരിക്കും സമ്മാനം. അപ്പോൾ എന്തായാലും സാരി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ സാരി വെച്ചാണ് നിങ്ങളെ കെട്ടിയിടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആരൊക്കെയാണ് വരുന്നത്? വിജിത ചേച്ചി വന്നിട്ടുണ്ട്. ഇനി വിജിത ചേച്ചിനെക്കാട്ടിലും ശക്തി ഉണ്ട് വിചാരിക്കുന്ന ഒരാൾ വരട്ടെ. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് ഇവരെ അങ്ങ് സാരിയിൽ ബന്ധിക്കാം അല്ലേ? അപ്പൊ എന്തായാലും 2 പേർക്കും നല്ല കൈയടി വരട്ടെ. എല്ലാവിധ ആശംസകളും. മത്സരം ആരംഭിക്കാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കസേര വർക്കരുത് പ്ലീസ്. 2 പേരും ഒരേപോലെ ശക്തിയിൽ വലിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ആളും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോത്സാഹിപ്പിക്കോ, കൈയടിക്കൊരു ശക്തി. അപ്പൊ ഇതാ ഈ ഗെയിമില് നമ്മുടെ വിജിത ചേച്ചിയാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത 2 പേരും മത്സരിക്കാൻ പോവാണ്. പക്ഷേ വിജിത ചേച്ചിക്ക് അദ്ദേഹം വിട്ടുകൊടുത്താണെന്നാണ് എനിക്ക് തോന്നിയത്, അല്ലേ? അതെ, അങ്ങനെ വിട്ടുകൊടുക്കരുത്. അപ്പോ നിങ്ങൾക്ക് 2 പേർക്കും ഓൾ ദ ബെസ്റ്റ്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് കേട്ടോ. നല്ല ശക്തിയിൽ ഈ ഗെയിമിന്റെ പേര് പോലെ തന്നെ ശക്തിമാനായിക്കോട്ടെ കേട്ടോ. അപ്പൊ മത്സരിക്കാം. റെഡിയാണ്? മത്സരം ആരംഭിക്കാൻ പോവാണ്. കൈയ്യടി വരട്ടെ. 2 പേരും ഇതാ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഗെയിം തുടങ്ങാൻ പോവാണ്. 3 2 1 0. വീഴരുത്. പോയി മുഴുവൻ കുടിച്ചോ. ചേച്ചി സർവത്തടയിലാണോ ജോലി ചെയ്യണേ? വിജിത ആൻഡ് സുജിത, എന്തായാലും നിങ്ങൾ മത്സരിക്കാൻ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഫൈനലാണ്. അപ്പൊ ഇതിലൊരു വ്യത്യാസമുണ്ട്. ഇതുവരെ നമ്മൾ കളിച്ചപ്പോൾ ഇങ്ങനെ സൈഡ് പിടിച്ച് നമുക്ക് പോവായിരുന്നു. ഇതിപ്പോ കംപ്ലീറ്റ്ലി നിങ്ങൾ ആ ജ്യൂസ് വെച്ചിരിക്കുന്ന സൈഡിലേക്ക് തിരിയണം. മനസ്സിലായില്ലേ? കംപ്ലീറ്റ്ലി അങ്ങോട്ട് തിരിഞ്ഞിട്ട് വേണം. തിരിഞ്ഞു നിന്നോളൂ. രണ്ടുപേരും. അപ്പോ ഒരു കൈയടി വരട്ടെ. റെഡിയല്ലേ? അപ്പൊ ഇതാ നമ്മുടെ ശക്തിമാൻ ഗെയിമിന്റെ ഫൈനലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വിജിത ചേച്ചിയും സുജിത ചേച്ചിയുമാണ്. അങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങരുത്. നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വലിക്കരുത്. അപ്പൊ എന്തായാലും ഫൈനൽ റൗണ്ട് മത്സരം ആരംഭിക്കാൻ പോവാണ്. വിജിത ആൻഡ് സുജിത രണ്ടുപേരും മത്സരിക്കാൻ പോവാണ്. അപ്പൊ നന്നായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് തുടങ്ങാം. മത്സരം ആരംഭിക്കുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ, വിട്ടുകൊടുക്കരുത്. ശക്തി. ഓക്കേ, താഴെ വീഴ്ത്തരുത്. മാക്സിമം. എന്റെ ദൈവമേ, അയ്യോ പോയി താഴെ വിടരുത്. എങ്ങനെ പോണ അവിടെ വിടരുന്ന്.
നമ്മുടെ വിന്നർക്ക് നമ്മൾ സമ്മാനം നൽകാൻ പോവുകയാണ്. വാശിയേറിയ മത്സരത്തില് ശക്തി ഏറ്റവും കൂടുതൽ കാണിച്ചുകൊണ്ട് ഞാൻ ഒരു ശക്തിമാനിയാണ് എന്ന് കാണിച്ചുകൊണ്ട് സുജിത് ചേച്ചിയാണ് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. നല്ലൊരു കൈയുടെ ഈ കൈയടിക്ക് ഒരു ശക്തിയില്ല, ഒരു അടിപൊളി കൈ. എന്തായാലും താങ്ക്സ് എ ലോട്ട്. അതുപോലെ തന്നെ മത്സരിച്ച എല്ലാവർക്കും ഒരു പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ മത്സരിച്ചവർക്കും നല്ലൊരു കൈഡി. താങ്ക് യു വെരി മച്ച്.